Hi students, good morning. I have already shared the question. Then let us discuss the problem. That is preparation of financial statements of Sagar Limited. Read the question very carefully and then come to the discussion. Okay. Firstly, we have to prepare the statement of profit and loss of Sagar Limited for the year ending 31st March 2019. The first head is revenue from operations. And in this question, there is no sales is given. Instead, we have given gross profit. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ക്വസ്റ്റ്യനിൽ നമുക്ക് എന്ത് തന്നിട്ടില്ല, സെയിൽസ് ഇല്ല, പകരം ഗ്രോസ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പം നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് എന്തായിട്ട് എടുക്കാം, റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്നുള്ള ഹെഡിൽ ഗ്രോസ് പ്രോഫിറ്റ് എടുത്തു. എമൗണ്ട് എത്രയാണ്, 2,46,640. ക്ലിയർ. ദെൻ അതർ ഇൻകം എന്നുള്ള ഹെഡിൽ ഒരൊറ്റ ഐറ്റം കാണുന്നുണ്ട്, ട്രാൻസ്ഫർ ഫീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റം ക്രെഡിറ്റിൽ കാണുന്നുണ്ട്. സോ വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് അതർ ഇൻകം, എമൗണ്ട് 110. ക്ലിയർ. ദീസ് ആർ ദി ടു items of revenue, gross profit and transfer fee. Then the total revenue is equal to 2,46,750. Clear. Then next head is expenses. Okay. And the first head under the expenses is employee benefit expenses. ഇവിടെ നമ്മൾ ആദ്യം എടുക്കുന്നത് എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസസ് ആണ്. സാധാരണ ഇതിൽ എക്സ്പെൻസസ് എന്നുള്ള ഹെഡിൽ പർച്ചേസ് വരും, കോസ്റ്റ് ഓഫ് ഗുഡ്സ് കൺസ്യൂംഡ് വരും, അതുപോലെ തന്നെ എന്താ പറയുക, ക്ലോസിംഗ് സ്റ്റോക്ക്, ചേഞ്ച് ഇൻ ഇൻവെൻട്രി, ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വരാറുണ്ടല്ലേ. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഇത്തരത്തിലുള്ള ഐറ്റംസ് ഒന്നും തന്നെ ഇല്ല. സോ നമ്മൾ ഡയറക്റ്റ്ലി എങ്ങോട്ട് പോവാണ്, എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസസ്. അപ്പോൾ അതിൽ സാലറി ആൻഡ് വേജ് എന്ന് തന്നെ പറഞ്ഞിട്ട് ഡയറക്റ്റ് തന്നിട്ടുണ്ട് 32,000. ഒറ്റ ഐറ്റം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നോട്ട് പ്രിപ്പയർ ചെയ്യുന്നില്ല, ഡയറക്റ്റ്ലി ആ എമൗണ്ട് എൻ്റർ ചെയ്യുകയാണ്. ക്ലിയർ. ദെൻ സെക്കൻഡ് ഐറ്റം ഓഫ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഫിനാൻസ് കോസ്റ്റ് ആണ്. നോട്ട് നമ്പർ 1 പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം ഏതൊക്കെ ഐറ്റംസ് ആണ് അതിൽ വരുന്നതെന്ന്. അപ്പോൾ ഇവിടെ പ്രിഫറൻസ് ഷെയർസിനെ ഔട്ട്സൈഡ് ഡെപ്റ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രിഫറൻസ് ഡിവിഡൻറ്റ് എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്തിട്ടുള്ളത്, ഫിനാൻസ് കോസ്റ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എത്രയാണ്, 3 lakh, അതിൻ്റെ 7% ആണ്. അതിൻ്റെ ഡിവിഡൻഡ് റേറ്റ് എന്ന് പറയുന്നത് 3 lakhൻ്റെ 7%, 21,000 പ്രിഫറൻസ് ഡിവിഡൻറ്റ്. ഇനി നമ്മളതിൽ കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. 21,000 ആണ് പ്രിഫറൻസ് ഡിവിഡൻറ്റ്, ദാറ്റ് ഈസ് ദി നെറ്റ് ഡിവിഡൻറ്റ്. അതായത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് 85, അതിനെ 100 എന്നുള്ള പ്രൊപ്പോർഷനിലേക്ക് മാറ്റുമ്പോൾ 21,000 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 85, ദാറ്റ് ഈസ് ഈക്വൽ ടു 24,700 വരും. ആ 24,700ൻ്റെ മുകളിൽ 17.472% കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് റേറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് 4,316 എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. മനസ്സിലാവുന്നുണ്ടോ? നെറ്റ് ഡിവിഡൻറ്റിൻ്റെ മുകളിലല്ല, 21,000ൻ്റെ മുകളിലല്ല, അതിനെ ഗ്രോസ് ആക്കി കൺവേർട്ട് ചെയ്തിട്ട് അതിൻ്റെ ഗ്രോസ് ആക്കുമ്പോൾ 24,700 വരും. അതിൻ്റെ 17.472% ആണ് 4,316. ഓക്കെ. അപ്പോൾ ഈ രണ്ട് ഐറ്റംസ് ആണ് ഇതിൽ വരുന്നത്, ഫിനാൻസ് കോസ്റ്റിൽ വരുന്നത് 25,316. ക്ലിയർ. അപ്പോൾ നിങ്ങൾ ഫിനാൻസ് കോസ്റ്റ് എൻ്റർ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, 25,316. നെക്സ്റ്റ് ഹെഡ് എന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എക്സ്പെൻസ് ആണ്. നോട്ട് നമ്പർ 2. അപ്പോൾ നമുക്ക് നോക്കാം നോട്ട് നമ്പർ 2ൽ ഏതൊക്കെ ഐറ്റംസ് ആണ് വരുന്നതെന്ന്. ഡിപ്രീസിയേഷൻ ഓൺ ഫാക്ടറി പ്രിമൈസസ് 4,50,000ൻ്റെ 3% ആണ് ഡിപ്രീസിയേഷൻ, ദാറ്റ് ഈസ് 13,500. അടുത്തത് ഡിപ്രീസിയേഷൻ ഓൺ പ്ലാന്റ് ആൻഡ് മെഷീനറി 3,49,160ൻ്റെ 15% ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 52,374. അടുത്തത് ഡിപ്രീസിയേഷൻ ഓൺ മോട്ടോർ ലോറീസ് 73,000ൻ്റെ 20%, ദാറ്റ് ഈസ് 14,600. ഓക്കെ. So the total of depreciation is equal to 80,474. Okay. Depreciation and amortization expenses total 80,474. Next, other expenses. What are the items comes under the head other expenses? There are several items such as rent, rates and taxes 28,400, audit fees 10,000, advertisement 19,500, director's fee
3,600, bad debt 2,850, then provision for bad and doubtful debt. Current year provision, required provision is 10,200, so given in the adjustment, and from this provision we have to deduct all the provision which is given in the trial balance, that is 9,000. Then the difference is 1,200, that is taken as the provision. Okay, new provision minus old provision, that is 1,200. So the total of other expenses is equal to 65,550. Okay, we will get the total of other expenses 65,550, and the total expenses is equal to 2,03,340. Then what's to be calculated? Profit for the year, that is total revenue minus total expenses, that's equal to 43,410. ഇവിടെ ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറയുന്നുണ്ട് ഇഗ്നോർ ദി ടാക്സേഷൻ എന്നല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തില്ല, ടാക്സ് പ്രൊവിഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ പ്രോഫിറ്റ് ബിഫോർ ടാക്സും പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സും അങ്ങനെ ഒരു കാറ്റഗറൈസേഷൻ ഇല്ല, ടാക്സ് നമ്മൾ കാണുന്നില്ല. ഓക്കെ, സോ ദിസ് ഇസ് ദി പ്രോഫിറ്റ് ഫോർ ദി ഇയർ 43,410. ഓക്കെ, ഇനി നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ളത് എന്താണ്? ബാലൻസ് ഷീറ്റ് ആണ്. സാഗർ ലിമിറ്റഡിൻ്റെ ബാലൻസ് ഷീറ്റ് അസറ്റ് 31 മാർച്ച് 2019. ഓക്കെ, ഇപ്പോൾ അസറ്റ്സിൽ ആദ്യത്തെ ഹെഡ് നോൺ കറണ്ട് അസറ്റ്സ് ആണ്. നിങ്ങൾക്കിപ്പോൾ അത് ഏകദേശം ധാരണയായിട്ടുണ്ടാവും. അതിൽ ആദ്യത്തെ ഹെഡ് ഏതാണ്? പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്, നോട്ട് നമ്പർ 4. ഇവിടെ നാലാമത്തെ നോട്ടിൽ 3 ഫിക്സഡ് അസറ്റ്സ് വന്നിട്ടുണ്ട്. അതൊക്കെയാണ് ഫാക്ടറി പ്രിമൈസസ് അറ്റ് കോസ്റ്റ്, എത്രയായിരുന്നു വാല്യൂ? 4,50,000. അതിൻ്റെ ഡിപ്രീസിയേഷൻ നമ്മൾ കണ്ടു അറ്റ് 3%, 13,500. അത് ഡിഡക്റ്റ് ചെയ്യുമ്പോൾ എത്രയാണ് വരിക? 4,36,500. അതുപോലെ തന്നെ അടുത്ത ഫിക്സഡ് അസറ്റ് പ്ലാന്റ് ആൻഡ് മെഷീനറി ആണ്. വാല്യൂ 3,49,160. ഡിപ്രീസിയേഷൻ 15% ആണ്, 52,374. അത് ഡിഡക്റ്റ് ചെയ്യുമ്പോൾ 2,96,786. നെക്സ്റ്റ് ഒരു ഐറ്റം കൂടിയുണ്ട്, മോട്ടോർ ലോറീസ്. കോസ്റ്റ് 73,000. ഡിപ്രീസിയേഷൻ 20% ആണ്, 14,600. ഡിപ്രീസിയേഷൻ ഡിഡക്റ്റ് ചെയ്യുമ്പം എത്രയാണ് വരിക? 58,400. Then the total of property, plant and equipment is equals 7,91,686. ഓക്കെ, അപ്പോൾ നിങ്ങൾ വാല്യൂ എൻ്റർ ചെയ്തിട്ടുണ്ടാവും അല്ലേ? 7,91,686. ഇനി അടുത്ത ഹെഡ് ഏതാണ്? അതർ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആണ്, നോട്ട് നമ്പർ 5. ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരൊറ്റ ഐറ്റം മാത്രമേ ഉള്ളൂ, പേറ്റൻറ്റ്. ഓക്കെ, പേറ്റൻറ്റ് ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് ആണെന്ന് അറിയാലോ. ദാറ്റ് ഈസ് 15,000 ആണ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ ഹെഡിൽ 15,000 നമ്മൾ എൻ്റർ ചെയ്തു. ഇനി അടുത്ത അസറ്റ് എന്ന് പറയുന്നത് കറണ്ട് അസറ്റ്സ് ആണ്. കറണ്ട് അസറ്റ്സിൽ ഇൻവെൻട്രി ആണ് ഫസ്റ്റ് കാണിച്ചിട്ടുള്ളത്. ഇൻവെൻട്രി നോട്ട് നമ്പർ 6. അപ്പോൾ ഇൻവെൻട്രിയിൽ നമ്മൾ സ്റ്റോക്ക് അറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുള്ള ഐറ്റം ഏതാണ്? ക്വസ്റ്റ്യനിൽ ട്രയൽ ബാലൻസിൽ എന്ത് തന്നിട്ടുണ്ട്? സ്റ്റോക്ക് ഓൺ 31 മാർച്ച് 2019 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. അതിന് ഓപ്പണിംഗ് സ്റ്റോക്ക് തരാത്തതുകൊണ്ട് നമ്മൾ എന്തെടുത്തില്ല, ചേഞ്ച് ഇൻ ഇൻവെൻട്രി നമ്മൾ സ്റ്റേറ്റ്മെൻറ്റിൽ കാണിച്ചിട്ടില്ല. സോ ഇവിടെ നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് ഇൻവെൻട്രി ആയിട്ട് എടുക്കുന്നു. 1,14,600. മനസ്സിലായോ? ഡയറക്റ്റ് തന്നിട്ടുണ്ട് ക്ലോസിംഗ് സ്റ്റോക്ക്. ട്രയൽ ബാലൻസിലാണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ അതെവിടെയെങ്കിലും ഒരിടത്ത് എടുക്കേണ്ട കാര്യമുള്ളൂ. സോ വി ആർ ടേക്കിംഗ് ഇറ്റ് ഇൻ ദി ബാലൻസ് ഷീറ്റ്. ഓക്കെ, അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് 1,14,600 ഇൻവെൻട്രി എന്നുള്ള ഹെഡിൽ എഴുതി. ഇനി ഫിനാൻഷ്യൽ അസറ്റ്സ് എന്നുള്ള ഹെഡിൽ നമുക്ക് ഒരു ഐറ്റം കാണിക്കാനുണ്ട്. ദാറ്റ് ഈസ് ട്രേഡ് റിസീവബിൾസ് എന്ന് പറയുന്ന ഐറ്റം. ഓക്കെ, നോട്ട് നമ്പർ 7. ട്രേഡ് റിസീവബിൾസിൽ നമുക്കറിയാം എടുക്കുന്ന ഐറ്റം ഏതാണ്? സൺട്രി ഡെറ്റേഴ്സ് ആണ് അല്ലേ. ഡെറ്റേഴ്സിൻ്റെ വാല്യൂ ഓൾറെഡി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 1,21,780. ആൻഡ് കറണ്ട് ഇയർ പ്രൊവിഷൻ എന്ന് പറയുന്നത് 10,200 ആണ്. അപ്പോൾ ജസ്റ്റ് ഒന്നുമില്ല, ആ ഒരു 10,200 പ്രൊവിഷൻ വെച്ചുകൊണ്ടായിരിക്കാം സൺട്രി ഡെറ്റേഴ്സ് മോർ ദാൻ എക്സീഡിങ് 6 months 10,000 അസ്യൂം ചെയ്തിട്ട് ബാക്കിയുള്ളത് ലെസ് ദാൻ 6 months എന്നുള്ള ഒരു കാറ്റഗറി ആയിട്ട് രണ്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കണ്ടിട്ട് ഒന്ന് എന്താണെന്ന് കൺഫ്യൂസ്
കൺഫ്യൂസ്ഡ് ആവേണ്ട കാര്യമില്ല. ടോട്ടൽ ഡെപ്റ്റേഴ്സ് തന്നെയാണ് എടുത്തിട്ടുള്ളത് 1,21,780. അതിൽ നിന്ന് എന്ത് കുറയ്ക്കണം നമ്മൾ? കറണ്ട് ഇയർ പ്രൊവിഷൻ 10,200 ആണ്. അത് ഡിഡക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് 1,11,580. ഒറ്റ അഡ്ജസ്റ്റ്മെൻറ്റ് തന്നെ ഉള്ളൂ. ടോട്ടൽ ഡെപ്റ്റേഴ്സ് ആസ് പെർ ട്രയൽ ബാലൻസ് എത്രയാണ്? 1,21,780. അതിൽ നിന്നും 10,200 പ്രൊവിഷൻ ഡിഡക്റ്റ് ചെയ്യാം. ഓക്കെ, സോ വി വിൽ ഗെറ്റ് 1,11,580. ഇപ്പോൾ ട്രേഡ് റിസീവബിൾസിൻ്റെ ടോട്ടൽ എഴുതിയല്ലോ 1,11,580. ഈ നെക്സ്റ്റ് ഹെഡ് എന്ന് പറയുന്നത് ഏതാണ്? ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻ്റ് ആണ്. നോട്ട് നമ്പർ 8. ഒറ്റയായിട്ടേ ഉള്ളൂ. ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ക്യാഷ് അറ്റ് ബാങ്ക് എത്രയാണ്? 68,500. ഓക്കെ, സോ 68,500 ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ്. ഇനി അതർ കറണ്ട് അസറ്റ്സ്, നോട്ട് നമ്പർ 9. അതർ കറണ്ട് അസറ്റ്സ് എന്നുള്ള ഹെഡിൽ ഒരു ഐറ്റം ഉണ്ട്, റെൻ്റ് ആൻഡ് ടാക്സ് പെയ്ഡ് ഇൻ അഡ്വാൻസ് എന്നുള്ള ഒരു ഐറ്റം നമ്മൾ കറണ്ട് അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. റെൻറ്റ് ഓർ ടാക്സ് പെയ്ഡ് ഇൻ അഡ്വാൻസ് ഇറ്റ്സ് എ കറണ്ട് അസറ്റ്. 7,980. ഓക്കെ, സോ അതർ കറണ്ട് അസറ്റ്സ് ഈക്വൽസ് 7,980. സോ ഇവിടെ അസറ്റ്സ് പൂർണ്ണമാവുകയാണ്. പിന്നെ ഈ ടോട്ടൽ ഓഫ് അസറ്റ്സ് ഇത്രയും വെച്ചിട്ട് അസറ്റ്സിനെ ടോട്ടൽ ചെയ്യുമ്പം 11,09,346 കിട്ടും. ക്ലിയർ? ഇനി അടുത്ത ഹെഡ് എന്താണ്? ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് എന്നുള്ള ഹെഡാണ്. ഇക്വിറ്റിയിൽ ആദ്യം നമ്മൾ കാണിക്കുക എന്താണ്? ഷെയർ ക്യാപിറ്റലാണ്. നോട്ട് നമ്പർ 10. ഓക്കെ, പ്രിഫറൻസ് ക്യാപിറ്റൽ ഇവിടെ ഇക്വിറ്റി ക്യാപിറ്റലിൻ്റെ ഭാഗമല്ല, അതിനെ ഡെപ്റ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ ഇക്വിറ്റി ക്യാപിറ്റൽ മാത്രമേ എടുക്കുന്നുള്ളൂ. ഇക്വിറ്റി ക്യാപിറ്റൽ എന്ന് പറയുന്നത് എത്രയാണ്? ഓതറൈസ്ഡ് ക്യാപിറ്റൽ 10 lakh ഉണ്ട്, പക്ഷേ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എത്രയേ ഉള്ളൂ? 6 lakh മാത്രമേ ഉള്ളൂ. 60,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 each. സോ വി വിൽ ടേക്ക് 6 lakh ആസ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. എൻ്റർ ചെയ്തല്ലോ 6 lakh. ഇനി അടുത്ത ഹെഡ് അതർ ഇക്വിറ്റി എന്ന് വെച്ചാൽ റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്നുള്ള ഹെഡാണ്. നോട്ട് നമ്പർ 11. അതർ ഇക്വിറ്റിയിൽ വരുന്ന ഒരു ഐറ്റം ആണ് സ്റ്റാഫ് ബെനവലൻ്റ് ഫണ്ട് 17,900. ഇനി സർപ്ലസ് ആണ്. റിസർവ്സ് ഒന്നുമില്ല കറണ്ട് ഇയറിൽ, റിസർവ്സിലേക്കൊന്നും തന്നെ മാറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ഹെഡില്ല. ഇനി സർപ്ലസ് ബാലൻസ് കഴിഞ്ഞ വർഷത്തെ സർപ്ലസ് കൊണ്ടുവന്നിട്ടുള്ളത് എത്രയാണ്? ബ്രോഡൗൺ എത്രയാണ്? 16,240. ലാസ്റ്റ് ഇയർ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് എന്ന് പറയാം. ഓക്കെ, ഇനി അതിൻ്റെ കൂടെ എന്താ ആഡ് ചെയ്യണം? കറണ്ട് ഇയർ പ്രോഫിറ്റ് ഫോർ ദി ഇയർ ആഡ് ചെയ്യണം. 43,410. ഓക്കെ, അപ്പോൾ ടോട്ടൽ എത്ര കിട്ടും? 59,650. അപ്പോൾ ലാസ്റ്റ് ഇയർ പ്രോഫിറ്റും കറണ്ട് ഇയർ പ്രോഫിറ്റും കൂടി ചേർന്നുള്ള സർപ്ലസ് എമൗണ്ട് എന്ന് പറയുന്നത് 59,650 ആണ്. ഇതിൽ നിന്ന് നമ്മൾ എന്ത് മാറ്റണം? ഇക്വിറ്റി ഷെയർസിന് ഡിവിഡൻഡ് ഉണ്ട് അല്ലേ? ആ ഒരു ഡിവിഡൻഡ് അല്ലെങ്കിൽ ഇൻ്ററിം ഡിവിഡൻഡ് പെയ്ഡ്. ഇക്വിറ്റി ഡിവിഡൻഡ് ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. ട്രയൽ ബാലൻസിൽ എത്രയായിരുന്നു? 15,000 ആണ് ഇക്വിറ്റി ഡിവിഡൻഡ് പെയ്ഡ്. ഇനി അതിൻ്റെ കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് കാണണം. കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് കാണേണ്ടത് 15,000-ന് മുകളിലാണോ? അല്ല, ഇത് നെറ്റ് ഡിവിഡൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഗ്രോസ് ഡിവിഡൻ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. 15,000-ൻ്റെ ഗ്രോസ് ആക്കണം. എങ്ങനെയാണ് ഗ്രോസ് ആക്കുക? 15,000 × 100 ഡിവൈഡഡ് ബൈ 85. അങ്ങനെ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് 17,647 കിട്ടും. ആ 17,647-ൻ്റെ 17.472% ആണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയിട്ടുള്ള കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഗ്രോസ് ഡിവിഡൻ്റായ 17,647-ൻ്റെ 17.472%, ദാറ്റ് ഈസ് 3,083. അപ്പോൾ ഈ ഐറ്റംസ് എന്ന് വെച്ചാൽ ഇൻ്ററിം ഡിവിഡൻഡ് പെയ്ഡും അതിൻ്റെ മുകളിലുള്ള കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സും, ഇത് രണ്ടും നമ്മൾ ഏതിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യേണ്ടതായിട്ടാണ്? നമ്മുടെ സർപ്ലസിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യേണ്ടതായിട്ടാണ്. 59,650 എന്നുള്ള സർപ്ലസിൽ നിന്നും ഈ 18,083 അതായത് ഡിവിഡൻറ്റും ഡിവിഡൻഡ് ടാക്സും കൂടെ ചേർത്തിട്ടുള്ള എമൗണ്ട് ഡിഡക്റ്റ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് 41,567. അപ്പോൾ അതാണ് ബാക്കിയുള്ള സർപ്ലസ് എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പം അതർ ഇക്വിറ്റി എന്നുള്ള ഹെഡിൽ ഇപ്പം സർപ്ലസിൻ്റെ ബാലൻസ് 41,567-ഉം
ഒപ്പം സ്റ്റാഫ് ബെനവലൻറ്റ് ഫണ്ടിൽ ഒരു 17,900 ഉണ്ട്. രണ്ടും കൂടെ ടോട്ടൽ ചെയ്യുമ്പം 59,467 കിട്ടും. അപ്പോൾ എല്ലാവരും എൻ്റർ ചെയ്തല്ലോ. അതർ ഇക്വിറ്റി എന്നുള്ള ഹെഡിൽ 59,467. ഓക്കെ, ഇനി നമ്മൾ ബാക്കിയുള്ള ലയബിലിറ്റീസിലേക്ക് പോവുകയാണ്. നോൺ കറൻറ്റ് ലയബിലിറ്റീസ് എന്നുള്ള ഹെഡിൽ ഫിനാൻഷ്യൽ ലയബിലിറ്റീസ് ആണ് ആദ്യത്തെ ഹെഡ് എടുക്കുന്നത്. നോട്ട് നമ്പർ 12. അപ്പം പ്രിഫറൻസ് ഷെയർസ് നമ്മൾ ഇക്വിറ്റിയിൽ കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ അത് എവിടെയാണ് വരിക? ഈ പറയുന്ന ഫിനാൻഷ്യൽ ലയബിലിറ്റിയിൽ, നോൺ കറൻറ്റ് ഫിനാൻഷ്യൽ ലയബിലിറ്റിയിലാണ് വരിക. ഓക്കെ, 30,000 7% പ്രിഫറൻസ് ഷെയർസ് ഓഫ് ₹10 ഈച്ച് ഫുള്ളി പെയ്ഡ് അപ്പ്. ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ് വരിക? 3 lakh വരും. ഓക്കെ, അപ്പോൾ ഫിനാൻഷ്യൽ ലയബിലിറ്റി പ്രിഫറൻസ് ഷെയർസ് 3 lakh എൻ്റർ ചെയ്തല്ലോ എല്ലാവരും. ഓക്കെ, അടുത്ത ഹെഡ് കറൻറ്റ് ലയബിലിറ്റീസ് ആണ്. കറൻറ്റ് ലയബിലിറ്റീസിലും ഫിനാൻഷ്യൽ ലയബിലിറ്റീസ് ഉണ്ട്. അതിൽ വരുന്ന ആദ്യത്തെ ഫിനാൻഷ്യൽ ലയബിലിറ്റിയാണ് ട്രേഡ് പേയബിൾസ്. ട്രേഡ് പേയബിൾസിൽ വരിക ഏതാണെന്ന് നമുക്കറിയാം. എന്താണ്? ക്രെഡിറ്റേഴ്സ് ആണ് വരിക അല്ലേ? ഒറ്റ ഐറ്റേ ഉള്ളൂ. സോ ഡയറക്റ്റ് ആയിട്ട് തന്നെ എന്ത് എഴുതിയിട്ടുണ്ട്? ക്രെഡിറ്റേഴ്സിൻ്റെ വാല്യൂ എഴുതി 1,29,640. ഓക്കെ, ഇനി അടുത്തത് അതർ കറൻറ്റ് ലയബിലിറ്റീസ് ആണ്. നോട്ട് നമ്പർ 13. നോട്ട് നമ്പർ 13 നോക്കുക. ഏതൊക്കെയാണ് അതർ കറൻറ്റ് ലയബിലിറ്റീസ്? അക്രൂഡ് വേജസ് എന്ന് പറയുന്ന ഒരു ഐറ്റം ഉണ്ട്, 12,840. ദെൻ കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് ഓൺ പ്രിഫറൻസ് ഡിവിഡൻഡ്. ഇത് നമ്മൾ സർപ്ലസിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതർ കറൻറ്റ് ലയബിലിറ്റി ആയിട്ട് ഇവിടെ ട്രീറ്റ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് 4,316. ഓക്കെ, അത് കൊടുക്കാനുള്ളതാണ്. പ്രിഫറൻസ് ഡിവിഡൻഡ് എന്ന് പറയുന്നത് എന്താണ്? ഓൾറെഡി നമ്മൾ കൊടുക്കാനുള്ളതാണല്ലോ ഡിവിഡൻഡ്. ഡിവിഡൻറ്റിൻ്റെ മേലുള്ള ടാക്സ്, ഡിവിഡൻഡ് അല്ല, ഡിവിഡൻറ്റിൻ്റെ മേലുള്ള ടാക്സ്. സോ ഇറ്റ് ഈസ് ടേക്കൺ ആസ് കറൻറ്റ് ലയബിലിറ്റി. ഓക്കെ, സോ ഈ രണ്ടും കൂടെ വരുമ്പോൾ ടോട്ടൽ ഓഫ് അതർ കറൻറ്റ് ലയബിലിറ്റി എത്രയാണ് വരിക? 17,156. അപ്പോൾ എൻ്റർ ചെയ്തല്ലോ 17,156. പിന്നെ ഉള്ളത് പ്രൊവിഷൻസ്, ഷോർട്ട് ടൈം പ്രൊവിഷൻസ് ആയിട്ട് വരുന്ന ഐറ്റം ഏതാണെന്ന് നോക്കാം. അപ്പോൾ ഇക്വിറ്റി ഡിവിഡൻറ്റിൻ്റെ മുകളിലുള്ള കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് ഇവിടെ കറൻറ്റ് ഷോർട്ട് ടൈം പ്രൊവിഷൻ അല്ലെങ്കിൽ കറൻറ്റ് പ്രൊവിഷൻ ആയിട്ടാണ് ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. എന്നാൽ പ്രിഫറൻസ് ഡിവിഡൻറ്റിൻ്റെ മുകളിലുള്ള കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് എന്താണ്? കറൻറ്റ് ലയബിലിറ്റി ആയിട്ടാണ് ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒന്ന് ഇക്വിറ്റി എന്ന് പറയുമ്പോൾ ഓൺ ഫണ്ടിൻ്റെ മുകളിൽ നമ്മൾ കൊടുക്കാനുള്ളതാണ്, ജസ്റ്റ് പ്രൊവിഷനായിട്ട് നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്തു അല്ല, ഇക്വിറ്റിയാണ്. എന്നാൽ മറ്റേതെന്താണ്? ഔട്ട്സൈഡ് ഡെപ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാണ് പ്രിഫറൻസ് ഷെയർസിനെ. സോ അതിൻ്റെ മുകളിലുള്ള ഡിവിഡൻറ്റും ഒക്കെ ട്രീറ്റ്മെൻറ്റ് വേറെ രീതിയിലാണ്. സോ ടാക്സും എന്തായിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്? ഒരു കറൻറ്റ് ലയബിലിറ്റി ആയിട്ടാണ് ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ പ്രൊവിഷൻ ഫോർ കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് ഓൺ ഇക്വിറ്റി ഡിവിഡൻറ്റ് 3,083. അതും നമ്മൾ എൻ്റർ ചെയ്തു 3,083. ഇത്രയാണ് ടോട്ടൽ ഓഫ് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. സോ എത്രയാണ്? എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പം 11,09,346. ഓക്കെ.